ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്ന് CPIക്ക് നട്ടല്ലുണ്ടോ എന്ന ചോദ്യമാണ് BJP ചോദിച്ചത്. അങ്ങനെ ഒരു കടുത്ത ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം എന്താണ്? ഇപ്പോൾ മദ്യനിർമ്മാണത്തിന് എതിരല്ല, അതേസമയം പാലക്കാട് എലപ്പുള്ളിയിലെ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പദ്ധതിക്കും ഞങ്ങൾ ഒപ്പം നിൽക്കില്ല എന്നുകൂടി CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറയുന്നുണ്ട്. തീർച്ചയായും പിണറായി വിജയന് മുമ്പിൽ നട്ടല് പണയം വെച്ചിട്ടാണ് ഇന്ന് MN സ്മാരകത്തിൽ നിന്ന് വിനോവിശ്യം ഇറങ്ങി വന്നിട്ടുള്ളത്. കാരണം CPI പോലൊരു പ്രസ്ഥാനത്തിന് ഒരു വെളിയം ഭാർഗവൻ്റെയും ഇനി പന്യൻ രവീന്ദ്രനൊക്കെ സംസ്ഥാന സെക്രട്ടറി ആവുന്ന സമയത്ത് അവരെടുത്തിട്ടുള്ള പൊതുവിഷയങ്ങളുടെ നിലപാടുകൾ നമ്മൾ ഓർത്താൽ ഒന്ന് വളരെ നല്ലതാണ്. VPP മുസ്തഫ ഇവിടെ പറയുന്നു ബ്രൂവറി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. MP രാജേഷ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നമ്മളെല്ലാവരും അത് വിശ്വസിച്ചുകൊണ്ട് ഈ ബ്രൂവറിയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് സത്യത്തിൽ CPIന് കീഴടങ്ങിയിരിക്കുന്നു. CPMൻ്റെ പിണറായി വിജയൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയും അതിനെതിരെ ഒരു അക്ഷരം പറയാൻ പോലും മുന്നണി സംവിധാനത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. അത് CPI ആയിക്കോട്ടെ RJD ആയിക്കോട്ടെ, ഇന്ന് CPMനകത്തുള്ള അവരുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പോളിസികളിൽ നിന്നുള്ള വ്യതിയാനത്തെക്കുറിച്ച് വരെ ചർച്ചയുണ്ടായെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാ ഇടതുമുന്നണിയിലെ മുഴുവൻ ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടും CPMും പിണറായി വിജയനും MP രാജേഷും ഈ പിടിവാശി പിടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ സമൂഹം ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം അങ്ങ് ചോദിച്ച കുടിവെള്ളത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന സമയത്ത് VPP മുസ്തഫയ്ക്ക് ഉത്തരമില്ല, MP രാജേഷിന് കൃത്യമായിട്ട് ഉത്തരമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏലപ്പുള്ളിയിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ളൊരു പോരാട്ടമായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. അവിടെ നോക്കൂ, ഇപ്പം ഇവിടെ സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. സുസ്ഥിര വികസനമൊക്കെ വരണം. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് പ്രാദേശിക ജനങ്ങളുടെ വിഭവത്തെ ചൂഷണം ചെയ്യാതെയുള്ളതാണ് സുസ്ഥിര വികസനം. പ്രാദേശിക ജനതയുടെ വിഭവ ചൂഷണം ഉണ്ടായപ്പോൾ കേരളത്തിലെ ജനത തെരുവിലിറങ്ങിയിട്ടുണ്ട്. നോക്കൂ, നമുക്ക് സമാനതകളുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് പ്ലാച്ചിമടയുടെ പോരാട്ടമായിരുന്നു. കുടിവെള്ളം മുട്ടിച്ചവരെ കെട്ടിച്ച പാരമ്പര്യമുള്ള ജനതയാണ് കേരളത്തിലെ മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രദേശത്തെ ആളുകളുടെ വിഷയം വരുന്ന സമയത്ത് പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ചോദ്യം ചോദിക്കുമ്പോൾ VPP മുസ്തഫയ്ക്ക് അരിശം കൊള്ളേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉന്നയിക്കുന്നത് സാമൂഹിക പ്രസക്തിയുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒയാസിസ് കമ്പനി കേരളത്തിൽ വന്നത്? ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാത്രം 2022 വന്ന് നിങ്ങളോട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 മദ്യനയത്തെ നിങ്ങൾ തിരുത്തിയത് എന്തിനാണ്? ഇത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യമല്ല സാർ. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം പ്രിന്റു അല്ല സാർ, അല്ല അങ്ങനെയല്ല. അല്ല സ്മൃതി മേഡം, ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ, ചില ചട്ടങ്ങളുണ്ടല്ലോ. ആ ചട്ടങ്ങളെ കുറിച്ചിട്ട് പൊതുവായിട്ട് ഒരു കോമൺ ആയിട്ട് പല അനുമതികളും പല സ്ഥലങ്ങളിലും ലഭിച്ചിട്ടുണ്ടല്ലോ. അത് ലഭിച്ച സ്ഥലമാണല്ലോ പഞ്ചാബ്. എന്താ പഞ്ചാബിലുണ്ടായത്? പഞ്ചാബിൽ 6 മാസം മുമ്പാണ് ഈ കമ്പനി പൂട്ടിയത്. ഇതേ മാനദണ്ഡങ്ങളും ഇതേ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി അവിടെ പ്രവർത്തിച്ചത്. പക്ഷേ പിന്നീട് എന്താണ് നമ്മളവിടെ കാണുന്നത്? അവിടുത്തെ പഞ്ചാബിലെ ജനജീവിതത്തെ ദുസ്സഹമായിക്കൊണ്ട് പഞ്ചാബിലെ ജനതയുടെ മണ്ണും വായുവും ജലവും ഇവർ മലിനമാക്കിയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ആ കമ്പനി പൂട്ടിക്കുന്നത്. അതേ സാഹചര്യം തന്നെയാണ് സാർ ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വന്നാലും സംഭവിക്കുക. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നോക്കൂ, അത് മാത്രമല്ല, ഇവർ ഭൂഗർഭജലം എടുക്കില്ല എന്ന് പറയുന്നത് ഈ കമ്പനി ചെയ്ത വലിയൊരു അതിക്രമമുണ്ട് മേഡം. കാരണം ഭൂഗർഭജലം എടുക്കൽ ചെയ്തത് ഭൂഗർഭജലത്തിലേക്ക് ഇവരുടെ വേസ്റ്റുകൾ മുഴുവൻ തള്ളിവിട്ടിട്ട് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ കുടിവെള്ളത്തെ മുട്ടിച്ചു. അപ്പോൾ കുടിവെള്ളം എടുത്തില്ലെങ്കിൽ പോലും ഭൂഗർഭജലത്തിലേക്ക് മാലിന്യം തള്ളിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി. ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് VPP മുസ്തഫ ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് MP രാജേഷ് പറയുന്നത്. ക്യാബിനറ്റിലെ നോട്ടിനകത്ത് പോലും ഈ 20 വർഷത്തെ ഇവരുടെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പിണറായി വിജയനും മന്ത്രിമാരും പറയുന്നത്. എന്ത് പാരമ്പര്യമാണ് ഈ കമ്പനിക്കുള്ളത്? ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ നിഴലിലാണ് ഇവർ. ഈ ഒയാസിസ് കമ്പനി എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും അവർ എത്തിക്കൊണ്ട് അവരുടെ ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടാണ് അവിടെ കമ്പനി തുടങ്ങിയിട്ടുള്ളത്, ഈ മദ്യ കച്ചവടം തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ സാമൂഹിക പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കട്ടെ. Debate with Smriti Parathikkad.